അപ്പൊ ഈ എന്നാ പോണെന്ന് പറഞ്ഞിട്ടാണെങ്കില് ഇത്രയും കാലം അവിടെ നിന്നിട്ട് കുറെ അസുഖങ്ങൾ സമ്പാദിച്ചെന്നല്ലാണ്ട് 10 റുപ്യ ഉണ്ടാക്കാൻ തരെ കഴിഞ്ഞില്ല. ഒന്നാമത് അവിടെ തണുപ്പാണെങ്കിൽ പൊരിഞ്ഞ തണുപ്പ്, വെയിലാണെങ്കിലോ പൊരിഞ്ഞ വെയില്, അതിന്റെ ഇടയിലാണെങ്കിൽ സമയം തെറ്റുള്ള ഭക്ഷണവും പിന്നെ വേറെ പണിന്റെ ടെൻഷനും ഒക്കെ കൂടി ആകെ ഭ്രാന്ത് പിടിക്കുക. ഞാനേ നാട്ടിലൊരു ഹോട്ടൽ തുടങ്ങാനുള്ള പരിപാടിയിലാണ്. മോനെ, അത് എന്റെ ഫീൽഡിലല്ലല്ലോ. എനിക്ക് ഹോട്ടലിനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഐഡിയ ഇല്ലാതെ തുടങ്ങി കഴിഞ്ഞാൽ എന്റെ പൈസ വെറുതെ പോയിട്ടോ. ഏതായാലും ഇപ്പൊ ഫ്രീ അല്ലേ, ഇന്റെ ഒപ്പം വരികയാണെങ്കിൽ ഞാൻ എനിക്കൊരു സ്ഥലം കാണിച്ചു തരാം. അല്ലേ ഇപ്പൊ എന്തേലും എന്നെ അങ്ങോട്ട് കൊണ്ടുവന്ന് കണ്ടോ, ഒരുപാട് ഹോട്ടൽ സാധനങ്ങൾ. കുറെ ആളുകൾ ഹോട്ടലിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാതെ അങ്ങ് തുടങ്ങും. ലക്ഷങ്ങൾ നഷ്ടമായിട്ടാണ് ഓരോരുത്തർ പൂട്ടിയിട്ട് അവസാനം കിട്ടുന്ന വിലക്ക് ഇവിടെ കൊടുത്തു പോവാ. മാത്രല്ല, ഇപ്പൊ ഹോട്ടലിൽ എന്ന് പറഞ്ഞാല് വരവിനെക്കാട്ടിലും കൂടുതൽ ചെലവാ. പിന്നെ പണിക്കാരോ, എങ്ങനെ ഈ മുതലാളിനെ തൊലയ്ക്കാൻ കഴിയും? ആ രൂപത്തിലാണ് ഇപ്പോഴത്തെ പണിക്കാരോ. നമ്മളെ പൈസ അങ്ങ് വെള്ളത്തിലായി പോയുള്ളൂ. ഈ തുടങ്ങുന്നതിനല്ല, ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് എനിക്ക് നടക്കെങ്കിൽ മാത്രമേ ഈ തോന്നിക്കും. അല്ലെങ്കിൽ ഈ ഇറക്കിയ പൈസ, ഇത്രയും കാലം ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ ഇതേപോലെ വെള്ളത്തിലായി പോകണ്ട. അതെനിക്ക് എന്നോട് പറയാനുള്ളൂ. അതേപോലെ തന്നെ നമ്മളിപ്പോ ഹോട്ടലിലേക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിനും 10 മടങ്ങ് വില. എന്നാലോ അതിനനുസരിച്ച് ഈ സാധനത്തിന് നമുക്ക് കൂട്ടി വെക്കാനും പറ്റുന്നില്ല. പിന്നെ ഇപ്പൊ ഈ അടുത്തൊരു ബിൽഡിംഗ് എടുത്താല് അത് കച്ചവടം ഉണ്ടെങ്കിൽ, നല്ല കച്ചവടമാണെങ്കിൽ അടുത്ത പ്രാവശ്യം എഗ്രിമെന്റ് പുതുക്കുമ്പോൾ ആ ഷോപ്പ് ചിലപ്പോ മുതലാളിക്ക് തന്നെ വേണ്ടി വരും. ഇനി 10 ആളെ കൂടുതൽ കണ്ടാലോ അപ്പത്തിനോ വാടക കൂടുതൽ വേണ്ടി വരും. അതാണ് ഇപ്പൊ ഇവിടുത്തെ ഓരോ ഹോട്ടൽ മേഖലയും സംഭവിക്കുന്ന കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാ ഇപ്പൊ ഒരു ഹോട്ടല് തട്ടിക്കൂട്ടണമെങ്കിൽ ചുരുങ്ങി ഒരു 10 ലക്ഷം ഉറുപ്പ്യ വരൂലേ. ഇതിപ്പോ ഒരു ലോട്ടറി അടിക്കണ മാതിരിയാ. ചിലപ്പോ കഴിച്ചിലാവും, ചിലപ്പം കഴിച്ചിലാവില്ല. ഏറ്റവും നല്ല ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോണാലേ. ഏതൊരു പ്രവാസിയും നാട്ടിൽ വന്നിട്ട് പുതിയ കച്ചവടം തുടങ്ങുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വെറും കൈയോടെ ആ പഴയ പ്രവാസ ലോകത്തേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും.